ആരാധനാലയങ്ങൾ നന്മയുടെ കേന്ദ്രങ്ങളായി മാറണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ അഭിപ്രായപ്പെട്ടു. നമുക്കിടയിലെ കഷ്ടതകൾ അനുഭവിക്കുന്നവരെ ജാതി മതഭേദമന്യേ ചേർത്ത് പിടിക്കണം. കഷ്ടതകൾ അനുഭവിക്കുന്നവർ സഹജീവികളാണെന്ന ബോധ്യം നമുക്കിടയിൽ ഉണ്ടാകണം. അത്തരത്തിലുള്ളവരെ കൂടി ഒപ്പം നിർത്താൻ ആരാധനാലയങ്ങൾ നേതൃത്വം നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തുമ്പോട് സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് ഇടവകയുടെ ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു കാതോലിക്ക ബാവ. നമുക്ക് പുതിയ ആത്മീയ സന്ദേശം നൽകുന്ന ഒരു വേളയായി തീരുവാൻ ശ്രദ്ധിക്കണം. നാം എല്ലാവരും ഇവിടെ ഒരിടവകയായിരിക്കുന്നത് സ്നേഹത്തിന്റെ ഐക്യത്തിലാണ്, സമാധാനത്തിന്റെ ഐക്യത്തിലാണ്. സ്നേഹവും സമാധാനവും ഇല്ലായെങ്കിൽ ഒരിടവകയും വളരുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ സ്നേഹത്തിലും നീതിയിലും സത്യത്തിലും സമാധാനത്തിലും ഇത്രയും കാലം നമ്മെ കാത്തു സംരക്ഷിച്ചു ദൈവം. ആ ആത്മീയമായ ചൈതന്യം തുടർന്നു കൊണ്ടുപോവുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം. പരസ്പരം സ്നേഹിക്കുന്നതിനും കരുതുന്നതിനും നമുക്കിടയാവണം. ഓരോ ദേവാലയവും മലമേൽ സ്ഥാപിക്കപ്പെട്ട വിളക്ക് പോലെയാണ്. അതറിയിക്കുന്നത് ഒരു ദൈവ സാന്നിധ്യമാണ്. എല്ലാ ദേവാലയങ്ങളും ക്ഷേത്രങ്ങളാണെങ്കിലും മോസ്കുകളാണെങ്കിലും എല്ലാം ദൈവാരാധനയുടെ കേന്ദ്രമാണ്. ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന സ്ഥലമാണ്. ആ ദൈവത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ചൈതന്യത്തിന്റെ വളർച്ചയാണ് നമ്മെ മാറിയിരിക്കുന്നത്. ബൈബിൾ ഉൾപ്പെടെയുള്ള വേദപുസ്തകങ്ങൾ ലോകത്തിന് മുന്നിൽ ഉദ്ബോധിപ്പിക്കുന്നത് മറ്റുള്ളവരെ കൂടി സ്നേഹിക്കുക എന്നതാണെന്ന ചടങ്ങിൽ മുഖ്യ സന്ദേശം നൽകിക്കൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ഈ പ്രദേശത്തെ നാനാജാതി മതത്തിൽപ്പെട്ട ആളുകൾക്കും അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ആകുലതകളും ആശങ്കകളും എല്ലാം ഇറക്കി വെക്കാനുള്ള വലിയ ഒരു ഇടമാണ്. ഈ ദേവാലയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി ഇവിടെ ഈ ദേശത്തിൽ വസിക്കുന്ന എല്ലാവരിലേക്കും എത്തുന്നതാണ്. ആ നിലയിലുള്ള ഒരു ദൗത്യമാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി ഈ ദേവാലയം ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ലോകം ഇന്ന് പലതരത്തിലുള്ള സംഘർഷങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു കാലം. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് പരസ്പരം സ്നേഹിക്കാനാണ്. വേദപുസ്തകത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളൊരു ഭാഗം പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. അതിൽ പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരുടെയും മാലാഖമാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ചിലമ്പുന്ന ചേങ്കലയോ മുഴങ്ങുന്ന കൈത്താളമോ ആകും എന്ന് തുടങ്ങി സ്നേഹം അപാരമായി ക്ഷമിക്കുന്നു, പൊറുക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ ഭാഗമുണ്ട്. യഥാർത്ഥത്തിൽ വേദപുസ്തകം സ്നേഹിക്കാനാണ് കർത്താവും മറ്റാരെപ്പോലെയല്ല, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനാണ് പറഞ്ഞത്. ഇടവക വികാരി ഫാദർ ഗീവർഗീസ് പള്ളിവാതുക്കൽ അധ്യക്ഷത വഹിച്ചു. MP NK പ്രേമചന്ദ്രൻ, C അജയപ്രസാദ് MLA, ഭദ്രാസന സെക്രട്ടറി ഫാദർ ഡോക്ടർ ഗീവർഗീസ് കണിയന്തറ, ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആതിര പ്രവീൺ, വാർഡ് മെമ്പർ കിഷോർ, ഇടവക ട്രസ്റ്റി PT കൊച്ചുമ്മച്ചൻ, ഫാദർ മാത്യു ചരുവുകാലയിൽ, ഫാദർ ജോൺ തത്തക്കാട്ട് പുളിക്കൻ, ഷിബു വർഗീസ്, ഷാജി ശമുവേൽ, KK റോയിമോൻ, ബെറ്റി റജി, ഇടവക സെക്രട്ടറി T റോയിമോൻ എന്നിവർ പ്രസംഗിച്ചു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇടവകയുടെ മുൻ ചുമതലക്കാരെ ആദരിച്ചു.
ബുധനാഴ്ച നടന്ന ഇടവക പെരുന്നാളിന്റെ ഭാഗമായുള്ള വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ നേതൃത്വം നൽകി. ഒരു വർഷം നീണ്ടുനിന്ന ഇടവക ശതാബ്ദി ആഘോഷങ്ങൾക്കും ഇതോടെ സമാപനമായി. നാട്ടുവാർത്ത, ഏരൂർ.